എന്തൊക്കെയാണ് ഇപ്പം നമ്മുടെ നാടുകളിൽ നടക്കുന്നത്? ഒരു ഭാഗത്ത് ബാറിൽ നിന്നും വഴക്ക് കൂടുന്നു, അത് റോഡിലേക്ക് വരുന്നു, തല്ലിച്ചതയ്ക്കുന്നു, തല്ലിച്ചതച്ചവനെ മർദ്ദിച്ച് കൊല്ലുകയാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കാണുമ്പോഴാണ് നമുക്കൊക്കെ വലിയ വിഷമം. മറ്റൊരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ശശികല ടീച്ചറിനെ പോലെയുള്ള ടീമുകൾ വർഗീയതയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ ദന്തൽ കോളേജിൽ നിതിനെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു. അതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ജാതി പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു റാം എന്ന് പേരുള്ള ഒരു അധ്യാപകനാണ്. ഇപ്പോൾ പറയുന്നത് അയാൾ ജിഹാദ് നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ജിഹാദ് നടത്തുകയാണ്. അയാളെ എല്ലാം എന്തൊക്കെയോ അന്വേഷിക്കണം. അയാളിപ്പോൾ ജിഹാദികളുടെ കൂട്ടത്തിലാണ്. അയാൾ സുഡാപ്പിയാണ്, അയാൾ മറ്റതാണ് മറിച്ചതാണ്. എൻ്റെ പൊന്നാര ചേച്ചിയെ, നിങ്ങളെയൊക്കെ ആരാ ഈ ടീച്ചറാക്കിയെന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റാത്തത്. നിങ്ങൾ ഈ വർഗീയത പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി നാട്ടിലിങ്ങനെ കുഴപ്പങ്ങളുണ്ടാക്കി നടക്കാതെ കണ്ടിട്ട് പ്രായം കുറയായില്ലേ? നിങ്ങളൊക്കെ ഇപ്പോഴും ആ രാമരാമ ചൊല്ലിയിട്ട് ആ മഹാഭാരതമൊക്കെ വായിച്ചിട്ട് വീട്ടിൽ കുത്തിയിരിക്കേണ്ട പ്രായമാണ്. പേരമക്കളുണ്ടെങ്കിൽ അവരെയും കളിപ്പിച്ചൊക്കെ അവിടെ ഇരിക്കി. അല്ലാതെ കണ്ടിട്ട് കുത്തിത്തിരിപ്പും വർഗീയതയും തമ്മിലടിപ്പിക്കലുമായിട്ട് ഇങ്ങനെ നടക്കാതെ കണ്ടിട്ട് സ്വന്തം കുടുംബത്തിൽപ്പെട്ട എത്രയോ ആളുകൾ, അല്ലെങ്കിൽ സ്വന്തം കൂട്ടത്തിൽപ്പെട്ട എത്രയോ ആളുകൾ, സാധുക്കളായ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുക. ആളുകൾ നിങ്ങളെയൊക്കെ അംഗീകരിക്കും. ഇത് എപ്പോൾ നോക്കിയാലും വർഗീയത. ആരാൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും നടക്കില്ല. പണ്ടാരെ പറഞ്ഞ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലി എന്ന് പറഞ്ഞതുപോലെ എവിടെങ്കിലും എന്തെങ്കിലും കണ്ട ഉടനെ അതെല്ലാം കൊണ്ടുവന്ന് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങൾ കരയൊഴിവായിട്ട് കിടക്കുന്നവർ കൊണ്ടുവന്നിട്ട് മുസ്ലിമീങ്ങളുടെ തലയിൽ അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ്ട് ചെയ്യാണ്. അയാൾ ദളിതനാണ്, എന്തൊക്കെയായി പറഞ്ഞുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ നടത്തുന്ന അക്രമങ്ങളും അനീതികളും നിങ്ങളാരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ നിങ്ങളുടെയൊക്കെ നാവ് പൊന്താത്തത് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളൊക്കെ നാവ് എന്തുകൊണ്ടാണ് പൊങ്ങാത്തത്? ആ തിരുവനന്തപുരത്ത് ഗർഭിണിയായ ഒരു ദളിത് പെൺകുട്ടിയെ കുറച്ച് RSSകാർ കൂടി ചവിട്ടിക്കൊന്നു. അതിനെതിരെ എന്താണ് നിങ്ങളാരും സംസാരിക്കാത്തത്? ആ കൂട്ടത്തിൽപ്പെട്ടവരാകുമ്പോൾ എന്താണ് നിങ്ങളെയൊക്കെ രീതികൾ ഇങ്ങനെയൊക്കെ പോകുന്നത്? ഇത്രയും വർഗീയത പറഞ്ഞിട്ട് ഇത്രയും കുത്തിത്തിരിപ്പുകൾ നടത്തി ഈ സോഷ്യൽ മീഡിയകളിലും അതുപോലെ കിട്ടുന്ന ഇൻ്റർവ്യൂ മുഴുവനും കുത്തിത്തിരിപ്പും വർഗീയതയാണ്. സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേ ഫേസ്ബുക്കിനകത്ത് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടും, അതിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി അതെല്ലാം മുസ്ലിമീങ്ങൾ ചെയ്യിക്കുന്നതാണ്. അതുകൊണ്ട് ജിഹാദ് ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. ആ നരേന്ദ്രമോദിക്ക് വധഭീഷണിയായിട്ട് കുറേ എണ്ണം വന്നിരുന്നു. എന്താ സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരായതുകൊണ്ടാണോ അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നത്? ഇവിടെ പാകിസ്ഥാൻ ചാരന്മാരായിട്ട് പിടിക്കപ്പെട്ടത് മുഴുവനും RSSകാരും സംഘപരിവാറുകാരൊക്കെയാണ്. എന്തേ നിങ്ങൾ അതൊന്നും സംസാരിക്കാത്തത്? ആര് വിരുന്ന് വന്നാലും കിടക്കാൻ വയ്യാത്തത് കോഴിക്കാണെന്ന് പറഞ്ഞതുപോലെ ആര് വളി വിട്ടാതിലും അതെല്ലാം കൊണ്ടുവന്ന് മുസ്ലിമുകളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ പെടുന്ന ആ ഒരു പാട് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയോ? എന്തിനാ ഇങ്ങനെ ഇത്ര വർഗീയത ഈ ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വന്ന് നടന്ന് ഇങ്ങനെ വർഗീയത പറയുന്നത്? ഇവരൊക്കെ ടീച്ചറാക്കിയവരെ ആദ്യം തല്ലാണ്. ആരാണോ ഇവരെയൊക്കെ ടീച്ചറാക്കിയത്?